എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുമേഷ്. നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ പേര് സുമേഷ് എന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യുന്നവരായാലും ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഈ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് പറയാൻ പോകുന്നത്. അതായത് വേറെ ആരും ഇതേക്കുറിച്ച് സംസാരിച്ചായിട്ട് എനിക്കൊരു അറിവില്ല. ഞാനായിരിക്കും ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതായത് ബിഗ് ബോസ് മലയാളം 7 അല്ലെങ്കിൽ ഹോൾ ബിഗ് ബോസ് മലയാളം സീസൺ. അത് ഫസ്റ്റ് തൊട്ട് ഈ വരുന്ന 7 വരെയുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, അതായത് ബിഗ് ബോസ് മലയാളത്തെക്കുറിച്ച് റിവ്യൂ പറയുന്ന റിവ്യൂറെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതെ, നിങ്ങൾ നോക്കുമ്പം ഇവനെന്ത് പറയാനാണ്, നീയും റിവ്യൂ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. ഞാനും റിവ്യൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ചാനൽ ചെറിയൊരു ചാനലാണ്, കുറച്ച് സബ്സ്ക്രൈബ് മാത്രമേ ഉള്ള ഒരു ചെറിയ ചാനലാണ്, വെറും ചെറിയ ചാനലാണ്. ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ഇടാൻ തുടങ്ങി. പക്ഷേ ഞാൻ റിവ്യൂ ഇടാൻ കാരണം, മെയിനായിട്ടുള്ള റീസൺ, ഞാൻ ബിഗ് ബോസിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഞാൻ ബിഗ് ബോസ് ഫാനാണ് ഫസ്റ്റ്. അതാണ് ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടാൻ സ്റ്റാർട്ട്. പിന്നെ ഞാൻ ബിഗ് ബോസ് പോകണം, നിങ്ങൾ എന്നെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും, ഞാൻ ബിഗ് ബോസ് പോകാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ബിഗ് ബോസിനോടുള്ള ആത്മാർത്ഥത വെച്ചിട്ട്, ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ആത്മാർത്ഥത വെച്ചിട്ടാണ് ഈ സംസാരിക്കാൻ പോകുന്നത്. അത് റിവ്യൂറെ ഞാൻ കുറ്റമൊന്നും പറയല്ല. എനിക്ക് തോന്നിയൊരു സബ്ജക്റ്റ്, തോന്നിയൊരു വിഷയം ഞാൻ സംസാരിക്കുന്നുള്ളൂ. നീട്ടുന്നില്ല. നിങ്ങൾ ഓർക്കുറയും നീട്ടി അവിടെ പോകാൻ. അതായത് ഇപ്പം ഓക്കെ, എല്ലാവർക്കും റിവ്യൂ ഇടാം. ആർക്ക് വേണമെങ്കിലും യൂട്യൂബിലായാലും എവിടെ വേണമെങ്കിലും ബിഗ് ബോസിനെ കുറിച്ചിട്ട് റിവ്യൂ ഇടാം. പക്ഷേ റിവ്യൂ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് ഇഫക്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരും അല്ലെ ഒരു പ്രോഗ്രാമിനും അത് ഇഫക്റ്റായിട്ട് വരും. ഓക്കെ, നിങ്ങൾ റിവ്യൂ ഇട്ടോളൂ, ഇല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ച് പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടോളൂ, നോ പ്രോബ്ലം. ഇത് ആരായിക്കോട്ടെ, ഏത് സെലിബ്രിറ്റി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടുക. ഈ വ്യക്തി വരാൻ ചാൻസ് ഉണ്ട്, ഈ വ്യക്തി ചിലപ്പോൾ വന്നിരിക്കും എന്ന് നിങ്ങൾക്ക് റിവ്യൂ ഇടാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും കൺഫർമേഷൻ ലിസ്റ്റ് പറയരുത്. ഒരാളുടെയും കൺഫർമേഷൻ ലിസ്റ്റ് പറയാൻ പാടില്ല. ഇന്നാൾ ഉറപ്പായിട്ട് വരുമെന്ന്. പക്ഷെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടായിരിക്കും, അതായത് നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഒരാൾ. പക്ഷെ എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള റിവ്യൂറെ നോക്കുക, അതിൽ കുറേ റിവ്യൂ ചെയ്ത് കുറേ ആൾക്കാരായിട്ട് ബന്ധം പറ്റി ആരൊക്കെ വരുന്നു അതൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ആക്കി ചെക്ക് ചെയ്തിട്ടാണ് അവർ റിവ്യൂ ഇടുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു 99% ആൾക്കാർ തന്നെയായിരിക്കും ബിഗ് ബോസിൽ വരുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ബിഗ് ബോസിന് കൺഫർമേഷൻ ലിസ്റ്റ് ഇടരുത്. കാരണം എൻ്റെ അഭിപ്രായമാണ്, കാരണം അതായത് ഈ നിങ്ങൾ കൺഫർമേഷൻ ലിസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ലോകം മുഴുവനുള്ള ആൾക്കാർ ഇവരെക്കുറിച്ച് മനസ്സിലാക്കും. ഓക്കെ, ഇവരെക്കുറിച്ച് മനസ്സിലാവും, ഇവരെവിടെ പോകുന്നു, എന്ത് പോകുന്നുള്ള രീതിയിൽ അവർ പെരുമാറും. അപ്പം കൂടുതൽ ആൾക്കാർ ഇവരുണ്ടെന്ന് അറിയുമ്പോൾ ഇവരുടെ ചാൻസ് ചിലപ്പം പോകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചിട്ട് അവരുടെ ചാൻസ് പോകുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് തന്നെ നോക്കുമ്പോൾ ഓക്കെ, ഇവർ വരുമെന്ന് എല്ലാവർക്കും അറിയാം, അപ്പോൾ ഇവർ വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ ചാൻസ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു നിഗൂഢമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതായത് അത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. അത് കണ്ടില്ലേ, നമ്മൾ അന്നത്തെ ദിവസമായിരിക്കും ആരൊക്കെയാണ്, നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ പോലും അന്നത്തെ ദിവസമായിരിക്കും. അവരൊരിക്കലും ഈ ആരൊക്കെ വരും എന്നുള്ള ലിസ്റ്റ് ഒരിക്കലും ഇതേവരെ ഈ സീസൺ 7 വരെ ഹിന്ദി തന്നെ, എനിക്കൊരു ഹിന്ദിയിലുണ്ടോ എന്ന് അറിയത്തില്ല, ഇപ്പം ഇതുവരെയായിട്ടും ആരും പേരുകൾ പറഞ്ഞിട്ട് അവരൊരു സീക്രട്ട് സർപ്രൈസ് എലമെൻ്റായിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് ഈ കണ്ടസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസ്, ആര് വരുമെന്നുള്ളത്. അപ്പം നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാർ, റിവ്യൂ പറയുന്ന ആൾക്കാർ, ഇവിടുന്ന് യൂട്യൂബിൻ്റെ ആൾക്കാരിൽ നിന്ന് പിടിച്ച സാധനം നിങ്ങൾ നേരെ എടുത്തിട്ട് യൂട്യൂബ് ചാനൽ കൺഫേം എന്ന് പറഞ്ഞ് ഇടുമ്പോൾ അത് ആ കണ്ടസ്റ്റിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ആൾക്കാർ അതേക്കുറിച്ച് സംസാരിക്കും, ചർച്ച ചെയ്യുമ്പോൾ. അതിപ്പോൾ ഞാനാ വരുന്നതെന്ന് ഓർത്തു, അപ്പോൾ എന്നെക്കുറിച്ച് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ബിഗ് ബോസ് തന്നെ ഓർക്കൂ, അവനെക്കുറിച്ച് സംസാരിക്കും. നമുക്ക് ഇവനെ മാറ്റിക്കളയാം, നമുക്ക് ജനങ്ങൾക്കൊരു പണി കൊടുക്കുന്നല്ല, ജനങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള രീതിയിൽ ചിലപ്പം അത് മാറിയെന്ന് വരാം. അതുകൊണ്ട് ഒരു റീസൺ അതാണ്, കണ്ടസ്റ്റിന് അത് ഭയങ്കരമായിട്ട് ഇഫക്റ്റ് ചെയ്യും. അവർ പിന്നെ എങ്ങോട്ടേലും പോയാൽ ഒരു തുണി എടുത്താലും പറയാം, ബിഗ് ബോസിൽ പോകാൻ തുണി എടുക്കുമല്ലേ എന്ന് ചോദിക്കും. ഓക്കെ, സോറി. സെക്കൻഡ് തിങ്സ്, ഇത് പറയുവാണെങ്കിൽ ഇത് നമ്മുടെ ബിഗ് ബോസ് ടീമിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ്. ആലോചിക്ക്, ബിഗ് ബോസ് എന്ന പരിപാടി ഒരു രഹസ്യ സ്വഭാവമുള്ളതാണ്, പല സസ്പെൻസും ഉള്ളൊരു പ്രോഗ്രാമാണ്.
അതിൽ വരുന്ന കണ്ടസ്റ്റന്റ് ഡീറ്റെയിൽസ് എങ്ങനെ റിവ്യൂവർക്ക് കിട്ടുന്നു? അതവിടെ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. അതായത് ബിഗ് ബോസിന്റെ മേക്കേഴ്സിന്റെ ഉള്ളിൽ തന്നെ രഹസ്യം ചോർത്തുന്ന ആൾക്കാരുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അവർ പറയാതെ, അല്ലെ കണ്ടസ്റ്റൻസ് പറയാതെ ഒരിക്കലും അറിയാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല ഒരു 90% കണ്ടസ്റ്റൻസ് ഒരിക്കലും ആരോടും പറയുന്നത്. എന്താ വെച്ചാൽ ബിഗ് ബോസിന്റെ കോൺടാക്റ്റിലുള്ളതാണ് ഇത് ആരോടും പറയരുതെന്നുള്ളത്. കോൺടാക്റ്റിലുള്ള സംഭവമാണ്, നിങ്ങൾ പോകുന്നുണ്ട് എന്ന് ഒരിക്കലും ആരോടും പറയരുതെന്ന് ഓൾറെഡി ഉള്ളതാണ്. അത് നിങ്ങൾ കണ്ടസ്റ്റൻസ് പറയാൻ വളരെ ചാൻസ് കുറവാണ്. പറയുമായിരിക്കും, ഒരു 10% അല്ലെങ്കിൽ 20% ആൾക്കാർ പറയുമായിരിക്കും. അതും പറയുന്നത് അവരോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ മാത്രം. സെക്കൻഡ് തിങ്, ഇത് ലീക്കായെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ മേക്കേഴ്സിൽ തന്നെ നെഗറ്റീവായിട്ടല്ല വരും. അതായത് ബിഗ് ബോസിൽ തന്നെ ഇപ്പോൾ ഡയറക്ടർ എല്ലാവർക്കും ഈ ബിഗ് ബോസിൽ മേക്കേഴ്സ് തന്നെ അവരുടെ വിവരങ്ങൾ ചോർത്തുക എന്നാണ്. അതായത് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന്റെ വിശ്വസ്തതയെ അത് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിസാരമായിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ പേര് വരെ ലീക്കാവുന്ന സ്ഥിതിക്ക് നമുക്ക് പറയാനൊക്കെ ബിഗ് ബോസ് അവിടെ സ്ക്രിപ്റ്റ് ചെയ്യുന്നില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? സ്ക്രിപ്റ്റ് ചെയ്യുന്നില്ല, അത് 100% ഷുവർ ആയിരിക്കാം. പക്ഷേ പല വിജയികളെയും അല്ലെങ്കിൽ അവരുടെ സാധ്യതകളൊക്കെ ചെയ്യത്തില്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിനെ? പറയും, നിസാരമായ കണ്ടസ്റ്റന്റ് ഡീറ്റെയിൽസ് പോലും പുറത്തു പോവുകയാണെങ്കിൽ, അത് മേക്കേഴ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ ബിഗ് ബോസിനെ വിശ്വസിക്കാൻ പറ്റും? ഈ പ്രോഗ്രാം ജെന്യുവനായിട്ട് പോകുന്നതാണ്. അപ്പോൾ അതൊരു ജനങ്ങളുടെ വിശ്വസതയെ ചോദ്യം ചെയ്യും, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും കൺഫർമേഷൻ ലിസ്റ്റ് കൊടുക്കരുത്. അതെ, ഇടുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ August 3 അല്ലേ തുടങ്ങുന്നു പറയുന്നത്. അപ്പം നമുക്കൊരു 2 അല്ലെങ്കിൽ 3 മോർണിംഗ് നിങ്ങൾക്ക് വേണേൽ കൺഫർമേഷൻ ഇടാം. അത് ഇഫക്റ്റ് ചെയ്യത്തില്ലായിരിക്കാം, ചെയ്യുമോ ഇല്ലയോ എന്ന് ചെയ്യത്തില്ലായിരിക്കാം. ഓൾറെഡി അവരവിടെ ചെന്നു, അത് കഴിഞ്ഞിട്ട പരിപാടി. ഈ ബിഗ് ബോസിൽ കണ്ടസ്റ്റന്റ് എപ്പോൾ വേണേലും ഇവർക്ക് ചേഞ്ച് ചെയ്യാം. മനസ്സിലായോ? ഇപ്പം തന്നെ രേണുസുധീന്റെ പേര് ഇഷ്ടം പോലെ പറഞ്ഞറിയാൻ പറ്റത്തില്ല. നമ്മൾ വിശ്വസിക്കും, ചിലപ്പോൾ അവർ ഇത്രയും ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ അവരെ മാറ്റിന്ന് വരാം. സെക്കൻഡ് തിങ്സ്, ചിലപ്പോൾ നമ്മളിപ്പം പ്രശസ്തമായിട്ടുള്ള ഒരാള് ഈ ബിഗ് ബോസിൽ വരുമെന്ന് പറയുമ്പം തന്നെ കുറച്ച് നെഗറ്റീവ് അടിക്കണം. നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഒരു സംഭവമാണ് അസൂയ, കുശുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടസ്റ്റന്റിന്റെ തലയിൽ വീഴാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിവ്യൂ ഇടുന്ന ആൾക്കാർ, ഞാൻ എല്ലാവരും കുറ്റം പറയുന്നല്ല കേട്ടോ, എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. ഞാൻ പറയുക, റിവ്യൂ ഇടുന്ന ആൾ ഒരിക്കലും കൺഫർമേഷൻ ലിസ്റ്റ് പറയാൻ പാടില്ല. പറഞ്ഞു തലേദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസം ആ സമയത്ത് മാത്രം. ഇപ്പോഴേ ഞാനിപ്പോൾ കണ്ടിട്ട് ഒരു പ്രശസ്തനായ യൂട്യൂബർ ഫുള്ള് ഞാൻ പറഞ്ഞത് മാത്രമാണ് സത്യം, ഞാൻ പറയില്ല, പുള്ളിക്ക് എന്താക്കി തീർക്കണം, ഞാൻ പറഞ്ഞ ആൾ തന്നെയാണ് വന്നിരിക്കുന്നത്, അപ്പം ഞാൻ പറയുന്നതാണ് സത്യം എന്നുള്ള രീതിയിലാക്കണം പുള്ളിക്ക്. എനിക്കറിയത്തില്ല അതിനോട് എത്ര യോജിപ്പില്ല. ഇന്ന ആൾ വരും, ഞാൻ പറഞ്ഞ ലിസ്റ്റ് മാത്രമേ വന്നിരിക്കുന്നേ. പക്ഷേ എനിക്കതിൽ രേവതിയോട് ഭയങ്കര സത്യസന്ധമായിട്ട് രേവതി ഇതുവരെയായിട്ടും കൺഫർമേഷൻ ലിസ്റ്റ് പറഞ്ഞിട്ടില്ല. രേവതി പറയുന്നത് അടുത്താകുമ്പോഴത്തേന് പറയാമെന്നാണ് പറയുന്നത്. കറക്റ്റാണ്. പക്ഷെ നമ്മൾ അത് അങ്ങനെ വേണം റിവ്യൂ. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ്, ഞാനിപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഫാനാണ്. അപ്പം ബിഗ് ബോസിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ റിവ്യൂ പറയുന്നത്, പുറത്തിടുക. അത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ ആൾക്കാരെ ഒരു വിശ്വാസമില്ലാത്ത രീതിയിലാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ റിവ്യൂറോട് പറയുകയാണോ, ഞാനും ചെയ്യുന്നുണ്ട്. ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രം. അതും എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്, ഞാൻ യൂട്യൂബിൽ നിന്ന് അവിടെ നിന്നൊക്കെ പിടിച്ചെടുത്ത സംഭവങ്ങളാണ് കിട്ടിയേക്കുന്നത്. അല്ലാതെ ഒറിജിനലായിട്ടുള്ള ആരും പറഞ്ഞ എനിക്ക് സോഴ്സ് ഒന്നും. എല്ലാവർക്കും സോഴ്സ് കാണും. അതായത് യൂട്യൂബിൻ്റെ മേക്കേഴ്സിനെ വിശ്വാസം ഇല്ലാതൊക്കെ, അവർ മേക്കേഴ്സിൽ നിന്നും ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പം ഇത് ചോർത്തുന്ന ആൾക്കാരല്ലേ. നിസാര കാര്യം കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ബിഗ് ബോസ് എങ്ങനെ ജെന്യുവനായിട്ടായി ചെയ്യുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറയുന്നതല്ല. ബിഗ് ബോസിൽ അത് ഞാൻ പറയാനുള്ള കാരണം, ഞാൻ പല റിവ്യൂസ് രേവതി എന്നൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് അതിൻ്റെ കഷ്ടപ്പാടെയും അതിൻ്റെ പറയും. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു സീക്രട്ട് എപ്പോഴും കീപ്പ് ചെയ്യണം. ഏതൊക്കെ നമ്മൾ ആ സമയത്ത് അറിയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ നേരത്തെ ഇപ്പം പറഞ്ഞ് ഇത്രയും ഇപ്പം ഈ പേര് പല ആൾക്കാരും പറഞ്ഞു, അതൊക്കെ അവരൊക്കെ തന്നെയാണ് വരുന്നത്.
എൻ്റെ അറിവിൽ അവരൊക്കെ തന്നെ ചിലപ്പം ഒരു 3-4 പേര് എക്സ്ട്രാ വന്നെന്നിരിക്കും, അല്ലാണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ. പക്ഷെ ഈ പ്രഡിക്ഷൻ ലിസ്റ്റായിട്ട് പറഞ്ഞ് വരാൻ ചാൻസ് പറഞ്ഞു. കൺഫർമേഷൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി അവർ മേക്കേഴ്സിൽ നിന്ന് അറിഞ്ഞിട്ടാണ് ഈ കൺഫർമേഷൻ ലിസ്റ്റൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ ചില ചിലപ്പോൾ ഈ കണ്ടസ്റ്റൻസും പറയാം, അതായത് ഫ്രണ്ട്സ് വഴിയൊക്കെ അങ്ങനെയൊക്കെ അറിയാമെന്ന് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 90% ഇതിൽ നിന്നാണ് വരുന്നത്, മേക്കേഴ്സിൽ നിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു രഹസ്യ സ്വഭാവം, നല്ല സീക്രട്ട് അല്ല, ലാസ്റ്റ് ടൈം സർപ്രൈസ് ആയിട്ട് സസ്പെൻസ് ആയിട്ടൊക്കെ കാണുമ്പോഴല്ലേ അതിൻ്റെ ഒരു മജ അല്ല, ഒരു രസം വരിക. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്കിത് പറയണമെന്ന് തോന്നി. എനിക്കറിയത്തില്ല ഇത് വീഡിയോ ആരെങ്കിലും കാണുമ്പോൾ ഒന്നും അറിയത്തില്ല. അത് കണ്ടാൽ അത്രയും നല്ലത്. റിവ്യൂർ തീർച്ചയായും പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രം ഇടുക. കൺഫർമേഷൻ ലിസ്റ്റ് ലാസ്റ്റ് ദിവസമോ അതിൻ്റെ തലേദിവസമോ ഓൾറെഡി അവർ അകത്ത് അകാറാകുന്നുള്ള രീതിയിലാക്കി മാത്രമേ ഇടാവൂ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ ഞാനിത് നോക്കുക രാവിലെ വെളുപ്പിന് ഇന്നച്ച് ചെയ്യുന്നതാണ്. ഇപ്പം 10 മിനിറ്റ് കൂടുതലായി ഈ വീഡിയോ. സോറി, ഞാനിങ്ങനെ നീട്ടി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും കാണുവാണെങ്കിൽ ദയവ് ചെയ്തിട്ട് റിവ്യൂ ഇടുന്നവർ റിവ്യൂ പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷെ കൺഫർമേഷൻ ലിസ്റ്റ് ഇടാതിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ബിഗ് ബോസ് 3-ാം തീയതി തുടങ്ങിയാണ്. ലാലേട്ടൻ്റെ പ്രമോളൊക്കെ ഇനി വരാനുണ്ട്. അപ്പം വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.